ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും വിലപ്പെട്ടതായ പ്രിയ കർത്തൃദാസന്മാർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വിശേഷാൽ കഴിഞ്ഞ ദിവസം 11-ാം തീയതി ഞങ്ങൾക്ക് തലമുറകൾക്ക് വേണ്ടി ഒരു പ്രെയർ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സമീപത്തെ ഒരു ഏജി ചർച്ചാണ്. ഞങ്ങൾക്ക് ചർച്ചുണ്ട്, പക്ഷേ അത് ചൂടിൻ്റെ ആധിക്യത്താലായതുകൊണ്ട് തൊട്ടടുത്തുള്ള ഏജി ചർച്ചിലെ പ്രിയ കർത്തൃദാസൻ ഞങ്ങൾക്ക് വേണ്ടി തൻ്റെ ചർച്ച് ഞങ്ങൾക്ക് തുറന്നു തരുവാനിടയായി. ഇവിടെ ഇന്ന് രാത്രികാലവും പ്രിയ അഭിഷിക്തൻ നിശ്ചയമായിട്ട് നമ്മോടൊപ്പം ഏറ്റവും അധികം സഹകരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാട്ടുകൾ പാടിയ എല്ലാ ദൈവമക്കൾക്ക്, വിശേഷാൽ പാസ്റ്റർ ഉണ്ടെന്ന് പറയുവാനിടയായി, എല്ലാവർക്കും ദൈവത്തിലുള്ള നന്ദിയെ സ്നേഹത്തെയും അറിയിക്കുകയാണ്. എത്ര മനോഹരമായ പാട്ടുകൾ പാടുവാനിടയായി തീർന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കരുണയാലും കൃപയാലും ഇന്ന് രാത്രികാലം ഒരിക്കൽ കൂടെ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം എന്നെ ഭാഗ്യം ചെയ്തു. കഴിഞ്ഞ ജനുവരി മാസത്ത് കർത്താവിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സമീപദേശത്ത് നിൽക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഇടയിലും ദൈവം എന്നെ നിർത്തി. വിശേഷാൽ ഇന്ന് ഞാനല്ല നിൽക്കേണ്ടതായിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചതുപോലെ ഒരു അഭിഷിക്തൻ ആയിരുന്നു നിൽക്കേണ്ടത്. എന്നാൽ അവരും ഇന്ന് 3-ാം ശനിയാഴ്ച അവർക്ക് സ്പെഷ്യൽ മീറ്റിംഗ് അവരായി ക്രമീകരിച്ചത് മുഖേന പ്രിയ അഭിഷിക്തന് കടന്നു വരുവാൻ ഇടയായില്ല. അവർ കുടുംബമായിട്ടും അതുപോലെ പ്രിയ പാസ്റ്റേഴ്സിൻ്റെ ഇവിടെ ആയിരുന്ന കൊയർ ടീമിൻ്റെയൊക്കെ കുടുംബങ്ങൾക്കും ദൈവനാമത്തിലുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇന്ന് രാത്രികാലം ദൈവം എന്നോട് എൻ്റെ പ്രത്യേകാൽ എനിക്ക് എടുത്തു പറയേണ്ട എൻ്റെ പ്രിയ കർത്തൃദാസൻ പ്രിയ രാജ്മംബാസനാണ്. പ്രിയ കർത്തൃദാസൻ ഇപ്രകാരം നിൽക്കുവാൻ എന്നെയും ഒരു പിൻബലം തന്ന് നിർത്തിയിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാവരെ കുറിച്ചും ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കായി നന്ദിയോടെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രികാലം ദൈവനാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ വായിക്കുവാനായി എടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് 1:37. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മെ കേൾക്കുന്ന ദേശത്തിന് ഹല്ലേലൂയ ഇത്രത്തോളം അധികമായി മനോഹരമായിട്ട് സെറ്റുകളൊക്കെ ക്രമീകരിച്ചത് ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആദ്യമായിട്ടാണ്. ഹല്ലേലൂയ. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ മെയിൻ ദൈവത്തിന് അതിനാദ്യമായി വീണ്ടും ഞാൻ നന്ദി പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ ശബ്ദം ഈ ദേശം കേൾക്കുവാൻ ദൈവം ആഗ്രഹിച്ചത് കൊണ്ട് വീണ്ടും ഈ ദേശത്ത് ഇപ്രകാരം ദൈവം ഐക്യ സിസ്റ്റങ്ങളെ വയ്ക്കുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവം പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ ദൈവത്തിന് ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വചനം ഇപ്രകാരമാണ്: ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ. ഈ വാക്യം നമുക്ക് വായിക്കുവാനും ഇത് അറിയാവുന്നവർക്കൊക്കെ ഇത് അറിയാവുന്ന കാര്യവുമാണ്, ഗ്രഹിച്ചിട്ടുള്ള കാര്യവുമാണ്. മറിയയോട് ഗബ്രിയേൽ ദൂതൻ എഴുന്നള്ളി അവളോടുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ ഗബ്രിയേൽ ദൂതൻ മറിയെ ഉറപ്പ് വരുത്തുന്ന ഒരു വാക്കിതാണ്: നിന്റെ ചാർച്ചക്കാരി എലിശബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ. കരങ്ങളെടുത്ത് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. മറിയയോട് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ഇപ്രകാരം പറയും. പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു: ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി ഈ ദേശത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ ആരംഭിക്കട്ടെ എന്തോ ഒരു വാക്ക് പറയുന്നു ഞാൻ കേൾപ്പാനിടയായി. നിശ്ചയമായിട്ട് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി, ദൈവ സാന്നിധ്യം ഇറങ്ങി വലിയൊരു പ്രവൃത്തിയെ ഈ ദേശത്ത് ചെയ്തെടുക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ പപ്പ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. പപ്പച്ചി, അവിടുത്തെ സാന്നിധ്യം ഈ ദേശത്തിന്മേൽ നിഴലിടുന്നത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ മഹത്വം ഇറങ്ങുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവ മഹത്വത്തിന്റെ കീഴിൽ ഞങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന വൻ കൃപകൾക്കായി സ്തോത്രം കർത്താവേ. അപ്പ അങ്ങ് ഈ ദേശത്തോട് വ്യക്തവും സ്പഷ്ടമായി ഇടപെടുന്ന വൻ കൃപകൾക്കായി നന്ദി പറയുന്നു കർത്താവേ. അവിടുത്തെ വചനവുമായി അടിയൻ നിൽക്കുന്നു. ദൈവം എന്നെ നിർത്തിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആദ്യമായി ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ വചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഏറെ വർഷങ്ങൾക്ക് മുൻപേ ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ കുടുംബ വീടിന് മുകൾ ഭാഗത്തായിട്ട് ഒരു IPC ചർച്ചുണ്ട്. അന്ന് ഞങ്ങളൊന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ചർച്ചിൽ നിന്ന് ഒത്തിരി പേർ ഇറങ്ങുമ്പോൾ ഒരു പാട്ട്
പാട്ട് എൻ്റെ സഹോദരൻ, മൂത്ത സഹോദരനുണ്ട്, അവൻ നിന്ന് പാടും. അവനോടൊപ്പം കൂടെ ചേർന്ന് പാടുവാനിടയായി തീർന്നു. കൂടെ ചേർന്ന് പാടിയ ഞാൻ വർഷങ്ങൾക്ക് ശേഷം കർത്താവിനെ സ്തുതിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചേരുവാൻ, ദൈവനാമ മഹത്വത്തിലേക്ക് നിൽക്കുവാനും ദൈവം എന്നെ പിടിച്ച് എഴുന്നേൽപ്പിപ്പാൻ ഇടയായി തീർന്നു. അത് മുഖേന എൻ്റെ പ്രിയ മാതാവ്, എൻ്റെ പിതാവ്, ഇവരൊക്കെയും രക്ഷയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അന്ന് യേശുവിനെ കുറിച്ച് കേൾക്കുവാൻ കാരണം എൻ്റെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റ് വാദിയാണ്. പക്ഷേ അച്ഛൻ എന്നെ തൊട്ടടുത്തുള്ള സാൽവേഷൻ ആർമി ചർച്ചിലെ തൊട്ടടുത്ത, അതുകൊണ്ട് എന്നെ ആ ചർച്ചിലേക്ക് വിടുവാനിടയായി തീർന്നിട്ടുണ്ട്. അവിടെ കടന്നു പോകുന്ന സമയത്ത് യേശു എന്നുള്ള ഒരു വാക്ക് കേട്ട് യേശു ശക്തനായ ദൈവമാണ്, യേശു വിടുവിപ്പാൻ ശക്തനാണെന്നൊക്കെ ഞാൻ കേൾക്കുവാനിടയായി. ഇത് മുഖേന ഞാൻ ഏത് ചർച്ചിൻ്റെയും മുസ്ലിം പള്ളിയുടെയും ക്ഷേത്രത്തിന്റെ നടുവിൽ നിന്നിരുന്നാലും ഞാൻ പറയും, യേശുവേ എന്നെ കൈവിടരുതേ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കുറിച്ച് മനസ്സിലായല്ലോ. എല്ലാ മേഖലയിലും സഞ്ചരിപ്പാൻ ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് ഇടയായിട്ടുണ്ട്. എന്നാൽ 23-ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ കണ്ടെത്തുവാനിടയായി. ആ സ്നേഹത്തോട് അപ്പുറമായിട്ട് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുവാനിടയായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയിൽ ഇതിനപ്പുറം ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുവാൻ ദൈവം എന്നെ സഹായിപ്പാനിടയായി. അന്ന് 14-ാമത്തെ വയസ്സിൽ ഞാൻ ഇപ്രകാരം ഒരു പ്രെയർ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ യേശുവിനോട് ചോദിക്കുമായിരുന്നു, അപ്പാ എൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതണം, എൻ്റെ അമ്മയുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതണം, എൻ്റെ പിതാവിൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാനിടയായിത്തീരുന്നു. ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, 2017 എൻ്റെ അമ്മ ജലത്തിൽ ദൈവത്തെ സാക്ഷീകരിപ്പാനിടയായിത്തീർന്നു. അപ്രകാരം ഒക്കെയും ദൈവം സഹായിച്ചു. എൻ്റെ അപ്പൻ രക്ഷയിലേക്ക് കടന്നു വരുവാനിടയായി. അപ്രകാരമൊക്കെയുമായിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രയേറെ പേർ നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രികാലം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. സെക്കരിയാ പുരോഹിതൻ, അവന്റെ ഭാര്യയുടെ പേര് എലിസബത്ത്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായിരുന്നു. എലിസബത്ത് മച്ചിയായതുകൊണ്ട് അവൾക്ക് മക്കളില്ലായിരുന്നു. ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. ഒരു സാധ്യതയുമില്ല. എലിസബത്ത് ഗർഭം ധരിപ്പാൻ ഒരു സാധ്യതയുമില്ലായിരുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ ദൂതൻ സെക്കരിയാവിനോട് ഇടപെടുവാൻ ഇടയായിത്തീർന്നു. കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ ശുശ്രൂഷിച്ചു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ സെക്കരിയാവിനെ നറുക്കു വീണു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾ കേട്ടോ, വായിച്ചു, നിങ്ങൾ കേട്ടോ. നിങ്ങൾ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ പുരോഹിത ശുശ്രൂഷയിൽ നിൽക്കുന്ന ശുശ്രൂഷയിൽ നിൽക്കുന്ന അഭിഷിക്തന്മാർക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ മറുപടി അഭിഷിക്തനും നിങ്ങളും പ്രാപിപ്പാൻ ഇടയായിത്തീരും. അതിനൊരു ഉറപ്പാണ്. സെക്കരിയാവിന് വേണ്ടി പുറത്തു നിന്ന് ജനം ഒരുമിച്ച് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതും അപ്പോൾ നമ്മൾ കഴിഞ്ഞ് അടുത്ത് വായിക്കുന്ന സെന്റൻസ് ഇതാണ്: അപ്പോൾ ദൂതൻ ഇറങ്ങി, കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവേ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങി ആദ്യത്തെ വാക്ക് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു: സെക്കരിയാവേ നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവാത്മാവിൽ ഞാൻ ഒരു ദൂത് വിളിച്ചു പറയുന്നു. ദൈവസന്നിധിയിൽ കരഞ്ഞും കണ്ണുനീരോടെ ആയിരിക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. രണ്ടാമത് ഇപ്രകാരം പറയുവാനിടയായി: നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ഉല്ലാസം തരുവാൻ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുവാൻ ശക്തനായ ഒരു ദൈവം ഇന്ന് രാത്രികാലം ഇറങ്ങി വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപേ ഒരു സഹോദരി എന്നെ വിദേശത്ത് നിന്ന് വിളിപ്പാൻ ഇടയായി തീർന്നു. പ്രിയ സഹോദരിക്ക് തലമുറകളില്ല. അറിയപ്പെടുന്ന ഒരു അഭിഷിക്തൻ അവിടെ കടന്നുപോയി പ്രാർത്ഥിപ്പാൻ ഇടയായിട്ട് സഹോദരിയുടെ ഡയറക്റ്റ് പറയുവാനിടയായി: നിനക്കിനി തലമുറകൾ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. എന്നെ അതല്ല ഏറ്റവും വേദനിപ്പിച്ചത്. അല്ല, ഈ സഹോദരി ഏറ്റവും സമ്പന്ന കുടുംബത്തിലുള്ള സഹോദരിയാ. തന്റെ ഹസ്ബൻഡ് ഉയർന്ന നിലവാരത്തിൽ സാമ്പത്തികമായി ഉള്ള ഒരു ഹസ്ബൻഡാണ്.
അല്ലെങ്കിൽ ഈ സഹോദരിയോട് ഇപ്രകാരം ഹസ്ബൻഡ് പറഞ്ഞു, നീ ഇന്ന മാസത്തിൽ നീ നാട്ടിലേക്ക് കടന്നു പോകണം, നാട്ടിൽ ചെന്ന് ചികിത്സ കഴിഞ്ഞിട്ട് മടങ്ങി വരണം. എന്നോട് പ്രിയ സഹോദരി പറഞ്ഞ പ്രാർത്ഥന വാക്കെന്തെന്നോ, എനിക്ക് കുഞ്ഞുങ്ങൾ ഇല്ല എങ്കിലും കുഴപ്പമില്ല, എൻ്റെ ഭർത്താവിനെ നാട്ടിലേക്ക് അയക്കരുതേ എന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, എന്ന് നാട്ടിലേക്ക് അയക്കുമെന്ന് ആ സഹോദരൻ തന്നോട് പറഞ്ഞു, ആ മാസത്തിന് മുന്നേ മാസത്തിൽ തന്നെ പ്രിയ സഹോദരി 12 വർഷങ്ങൾക്ക് ശേഷം തലമുറയെ കൈക്കൊള്ളുവാനിടയായി തീർന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരാൺ തലമുറയായി താൻ ആയിരിക്കാനിടയാകുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, ഞാൻ ഇവിടെ സംസാരിക്കുന്ന യേശുവിന് ഒരു കാര്യവും അസാധ്യമല്ല. ഒരുപക്ഷെ നിങ്ങൾ അത് മുന്നേ കേട്ടവരായിരിക്കാം, മുന്നേ പ്രാപിച്ചവരായിരിക്കാം. എങ്കിലും ഒന്നുകൂടി ഇന്ന് രാത്രികാലം ദൈവം നിങ്ങളെ ഉറപ്പിക്കുന്നു, എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കുക. അടുത്ത ദൂതൻ പറഞ്ഞത് എന്തെന്നോ, അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കുക. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയ ശ്രീജ സിസ്റ്ററെ കുറിച്ച് എനിക്കൊരു സാക്ഷ്യം പറയുവാനുണ്ട്. ഞങ്ങൾ ഒരു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. ശ്രീജ സിസ്റ്റർ ഓർക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. കൊറോണ സമയത്ത് ഒരു സൂം മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. അന്ന് തലമുറ ഇല്ലാത്തൊരു സഹോദരി അതിൽ കയറുക പതിവുണ്ടായിരുന്നു. ആ സഹോദരിക്ക് വേണ്ടി മിക്കപ്പോഴും പ്രാർത്ഥിക്കുന്ന ശ്രീജ സിസ്റ്ററാണ്. അങ്ങനെ ഇരുന്നാണ് ഞങ്ങൾ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തന്റെ ഞങ്ങളുടെ പ്രിയ സഹോദരി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഞങ്ങൾ അറിയുവാനിടയായി തീർന്നത്. ഞാൻ കണ്ടല്ലോ, ഒരുവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനിടയായി തീർന്നു. നമ്മുടെ ഹൃദയംഗമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവരുടെ ജീവിതത്തിലും അനുഗ്രഹം പ്രാപിപ്പാനിടയായി തീരുക. ദൈവത്തിന് നന്ദിയോടെ ഞാൻ സ്തുതിക്കുകയാണ്. ദൂതൻ അവന്റെ ജനനത്തിന് കഴിഞ്ഞ ദിവസം ഇവിടെ കടന്നുപോയപ്പോൾ വളരെയധികം സന്തോഷം തോന്നുവാനിടെ. കുഞ്ഞിന്റെ ഓട്ടം ഞാൻ നാളുകൾക്ക് ശേഷമാണ് പ്രിയ കുഞ്ഞിനെ കാണുവാനിടയായത്. ഞാൻ പറഞ്ഞോളട്ടോ, അവന്റെ ജനനത്തിങ്കൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി സെക്കറിയാവിനോട് പറഞ്ഞ ദൂതിലാണ്, അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അവൻ അമ്മയുടെ ഗർഭത്തിൽ വച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും, അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചു കൊണ്ടുവരും. ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവനെ മുമ്പായി ഏലിയാവിന്റെ ആത്മാവും ശക്തിയോടും കൂടെ അവനോട് ഇരിക്കും. ഹല്ലേലൂയ. ഇവിടെ ദൂതൻ ഇറങ്ങി വാഗ്ദത്തം സെക്കറിയാവിനോട് പറഞ്ഞതേയുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ അനുഭവിച്ചിട്ടുള്ള, നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ളതാണ്. എലിസബത്ത് ഗർഭം ധരിപ്പാനിടയായി തീർന്നു. ദൂതന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. ദൈവം ഒരു തലമുറയെ, ഞാൻ ഇന്ന് രാത്രികാലം ഈ വചനമെല്ലാം തന്ന് കുറച്ചു കഴിഞ്ഞ് ഒത്തു നോക്കിയപ്പോൾ തലമുറകളുടെ മേൽ ദൈവത്തിന് വലിയൊരു പദ്ധതി ഈ ദേശത്തിന്മേൽ ചെയ്തെടുക്കുക. നിശ്ചയമായിട്ട് തലമുറകൾ, നിങ്ങളത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ വചനം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിശ്ചയമായിട്ട് നമ്മുടെ തലമുറകളുടെ മേൽ ദൈവം വൻ കാര്യങ്ങളെ ചെയ്തെടുക്കുവാനിടയായി തീരുക. എന്റെ ദേശം കേൾക്കുന്നുവെങ്കിൽ ഞാൻ ദേശത്തിലെ വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് രാത്രികാലം വിളിച്ചു പറയുക, നിങ്ങളുടെ തലമുറകളുടെ മേൽ ഇന്ന് രാത്രികാലം നിങ്ങൾ ഈ വചനത്തിന്മേൽ ശ്രദ്ധ വെച്ചുകൊള്ളുക. ദേശത്തിന്മേൽ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ കാണുവാനിടയായി തീരുക. ഹല്ലേലൂയ. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായ നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ 5 മാസം ഒളിപ്പിച്ചു വെച്ചു. അതിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം അവൾ പ്രാപിച്ചതാണ് ഞാൻ വായിപ്പാനിടയായത്. ലൂക്കോസ് 1-ാം അധ്യായത്തിന്റെ 24-ാം വാക്യമാണ് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഇന്ന് രാത്രികാലം വായിപ്പാനിടയായത്. ദൂതൻ ഇറങ്ങിയ പ്രവൃത്തി അത് അവളുടെ ജീവിതത്തിൽ ആ പ്രവൃത്തി മണ്ഡലത്തിൽ വെളിപ്പെടുവാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം ഒരു തലമുറയെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി നിശ്ചയമായിട്ട് അത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യുക. ഹല്ലേലൂയ. അനേക മാതാപിതാക്കന്മാർ നൈൻ എന്ന നദിയിലേക്ക് തന്റെ തലമുറ എറിഞ്ഞു കളഞ്ഞപ്പോൾ മോശയുടെ മാതാവും പിതാവും അതിനെ സംരക്ഷിപ്പാനിടയായി തീർന്നു. ദൈവത്തിന്റെ കൃപയാൽ അതിനെ സംരക്ഷിച്ചതുപോലെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിശ്ചയമായി അയക്കുക തന്നെ ചെയ്യുക. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. എന്നോടൊപ്പം ആരൊക്കെയുണ്ട്? നിങ്ങൾ ആരും എനിക്ക് മാർക്കിടുകയോ എന്നെ വിലയിരുത്തുകയോ ചെയ്യല്ലേ. നിശ്ചയമായിട്ട് ദൈവം നമ്മുടെ തലമുറകളുടെ മേൽ ഒരു വ്യത്യാസത്തെ വയ്ക്കുവാനിടയായി തീരുക. ഹല്ലേലൂയ. ഹന്ന തലമുറകളില്ലാത്ത ഒരുവളായിരുന്നു. നിങ്ങൾക്ക് എല്ലാം അറിയാം, എൽക്കാനയ്ക്ക് 2 ഭാര്യമാർ, ഹന്നയും പെനീനയും. ഹല്ലേലൂയ. എന്നാൽ തലമുറകൾ ഇല്ലാത്ത
പ്രാപിക്കാത്ത ഹന്നയെ എപ്പോൾ ആലയത്തിൽ ഇറങ്ങിയാലും പെനീന കുത്തി നോക്കിച്ചുകൊണ്ടേ ഇരിക്കുക. ആലയത്തിൽ പോകുന്നത് എന്തിനാ? ആലയത്തിൽ പോകുന്നത് എന്തിനാ? ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ആലയത്തിൽ പോകുന്ന എന്തിനാ എന്ന് ചോദിക്കുന്നവരുടെ മറുപടിയാണ് ഹന്ന പ്രാപിച്ച് പ്രവൃത്തി മണ്ഡലത്തിൽ കൊടുക്കുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. അവൾ എന്ത് ചെയ്തെന്നോ? എൽക്കാന അവളെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. ഒരു ഭർത്താവ് എന്ന നിലയിൽ എൽക്കാനയിൽ നിന്നൊരു കുറവും അവൾ അനുഭവിച്ചിരുന്നില്ല. പക്ഷേ അവൾക്ക് എന്തോ ഒരു കുറവ്, എനിക്ക് തലമുറ വേണമെന്നുള്ള വാഞ്ച അവളുടെ ജീവിതത്തെ, അവളുടെ പ്രാർത്ഥനയുടെ മറുപടി പ്രാപിക്കണമെന്നുള്ള വാഞ്ച. ഇന്ന് രാത്രികാലം ആരെങ്കിലും പ്രാർത്ഥനയുടെ മറുപടി ഇതുവരെ പ്രാപിച്ചിട്ടില്ല എന്ന വേദനയോടെ ആയിരിക്കുന്നുവെങ്കിൽ എൻ്റെ പ്രിയ മാതാവ്, നിന്റെ ജീവിതത്തിന്മേൽ ദൈവത്തിന്റെ കരം ഇറങ്ങുകയാ. നിന്റെ ചില പ്രാർത്ഥനയുടെ മറുപടികളെ നാളുകളിൽ നീ പ്രാപിപ്പാൻ തുടങ്ങുകയാ. നിശ്ചയമായിട്ട് എൻ്റെ പ്രിയ മാതാവ്, നീ വിശ്വസിക്കുക. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രികാലം നിന്റെ ഭവനാന്തരീക്ഷത്തിന്മേൽ വെളിപ്പെടുകയാ. പാസ്റ്റർ പറഞ്ഞതുപോലെ ചില ഇരുളിന്റെ മണ്ഡലങ്ങൾ അഴിഞ്ഞു നീങ്ങുന്നത് പോലെ കാഴ്ചപ്പാട് പരിശുദ്ധാത്മാവ് എനിക്ക് ഇന്ന് രാത്രികാലം തരികയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി, ദൈവത്തിന് നന്ദി. ഹന്ന ദൈവസന്നിധി, നിങ്ങൾ ചിന്തിച്ചു, അവൾ ദൈവസന്നിധി നേർച്ച നേർന്ന് എന്തെളുപ്പം നേർച്ച നേർന്ന് അവൾ പ്രാപിപ്പാനിടയാൽ. ഹല്ലേലൂയ. ദൈവകൃപയാൽ ദൈവത്തിൽ നേർച്ച നേർന്ന് നിവർത്തിപ്പാൻ തയ്യാറായ അവൾ ഹല്ലേലൂയ എന്ത് ചെയ്തെന്നോ? നമ്മൾ ചിന്തിക്കുക, നമുക്കൊരു തലമുറയെ കിട്ടിയാൽ അവൾ ദൈവത്തിന് കൊടുത്തു. എന്ത് സന്തോഷം! ഒരിക്കലും അവൾ സന്തോഷത്തോടെ ദൈവത്തിന് പകർന്നെങ്കിലും അവളുടെ ഹൃദയം വേദനിച്ചു കൊണ്ടിരുന്നു. എന്തുകൊണ്ടെന്നാൽ നാളുകൾക്ക് മുൻപേ അവൾ പ്രാർത്ഥിച്ച് പ്രാപിച്ച് നേടിയത് എൻ്റെ സങ്കല്പം അനുസരിച്ച് ഒരമ്മ എന്ന നിലവാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങളോട് സംസാരിക്കുന്നു. അവൾ ദൈവത്തിന് നേർന്നു, അവൾ ദൈവസന്നിധിയിൽ അവനെ പകരുവാനിടയായി തീർന്നു. പക്ഷെ അപ്പോൾ ഒരു ഭാഗത്ത് അവൾ ഹൃദയവേദനയോടുകൂടെ ആയിരുന്നു. ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ദൈവം നിനക്ക് നീ പ്രാർത്ഥിച്ച് നേടിയ ഒരു ഗിഫ്റ്റ് ആയിക്കൊള്ളട്ടെ, ഒരു ശുശ്രൂഷയായിക്കൊള്ളട്ടെ, ഒരു കൃപാവരമായിക്കൊള്ളട്ടെ, അത് നിന്നെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ നീ അത് സാഹചര്യങ്ങളെ നോക്കിയോ, നിന്റെ സാഹചര്യങ്ങളിൽ ഒതുങ്ങി ഒരിക്കലും ആയിരിക്കരുത്. അത് നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയാൽ. ഹന്നയ്ക്ക് 2-ാം അധ്യായം ലാസ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ കാണുവാനിടയായി, അവൾക്ക് 3 പുത്രന്മാരെ 2 പുത്രിമാരെ ദൈവം കൊടുപ്പാനിടയായി. നീ ദൈവസന്നിധി നേർന്നതുണ്ടല്ലോ. ഞാൻ എല്ലാവരും വർഷാന്ത്യത്തിൽ എഴുന്നേറ്റ് നിന്ന് ചില ഉടമ്പടികൾ ദൈവമായിട്ട് എടുക്കുക. ആ ഉടമ്പടി പ്രകാരം സഭയ്ക്കകത്ത് ശുശ്രൂഷിക്കേണ്ട വചനമാണ്. ഇന്ന് രാത്രികാലം ദൈവത്തിനോട് ചില ഉടമ്പടികൾ എടുത്തിരിക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, ദൈവം ആഗ്രഹിക്കുന്നു ആ ഉടമ്പടിയിലേക്ക് നീ മടങ്ങി വാ. നിന്റെ കണ്ണുനീരിന്റെ പ്രതിഫലത്തെ ദൈവം നിനക്ക് തരുവാനിടയായി തീര്. ഹല്ലേലൂയ. എന്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. തലമുറകളില്ലാത്തിരുന്ന് ഇന്ന് രാത്രികാലം ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും തലമുറകളില്ലാതെ ഭാരപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ ദൈവകരങ്ങളിൽ കൊടുക്കുക. ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് ഇപ്രകാരമാണ്: അമ്മമാർ കൂടിയിരുന്ന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മീറ്റിംഗ് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിപ്പാനിടയാൽ 8 സഹോദരിമാർ ദൈവത്തിന്റെ പ്രവൃത്തിയാൽ ഗർഭം ധരിപ്പാനിട, ദൈവത്തിന്റെ സ്നേഹത്താൽ ഗർഭം ധരിപ്പാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഞങ്ങളുടെ പ്രാർത്ഥനയില്ല, ഒരു കൂട്ടം അമ്മമാർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദൈവം തലമുറകളെ കൊടുത്ത് അനുഗ്രഹിപ്പാനിടയായി. ഇന്ന് രാത്രികാലം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന ദേശമേ, നീ തലമുറയില്ലാതെ ഭാരപ്പെടുന്നുവെങ്കിൽ നിന്റെ ഉദരത്തിലേക്ക് കൈവയ്ക്ക്. എന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുക: എന്റെ യേശുവേ, അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എനിക്കുള്ള നന്മയെ എന്റെ മക്കളെ യഹോവ നൽകുന്ന ദാനം, ഉദരഫലം, ദൈവം തരുന്ന പ്രതിഫലം എന്ന് ഞാൻ അറിയുന്നു എന്ന് നീ പറഞ്ഞാട്ടെ. ഇന്ന് പറഞ്ഞ ആ വാഗ്ദത്തത്തെ നിന്റെ ജീവിതത്തിലേക്ക് പ്രാപിച്ചെടുപ്പാൻ തയ്യാറാക്കിക്കോ. ദൈവത്തിന്റെ മഹത്വത്തെ നീ കാണുവാനിടയായിത്തീരും. നിങ്ങൾ നിശ്ചയമായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രകാരമുള്ളവരുടെ ജീവിതത്തിൽ ദൈവ സ്നേഹം ഇറങ്ങി തലമുറകളെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥന അത്യാവശ്യമാണ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയിൽ യേശുവിന്റെ അമ്മ അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കാനാവിലെ കല്യാണത്തിൽ ദൈവം വെള്ളത്തെ വീഞ്ഞാക്കിയ ഒരു വസ്തുതയാണ് ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആ അമ്മ എന്ത് ചെയ്തെന്നു? യേശുവിന്റെ അമ്മ ഉണ്ടായിരുന്നു. യേശു ആരെന്നുള്ള വ്യക്തമായ വെളിപ്പാട് പ്രാപിച്ചതാണ്
യേശുവിന്റെ അമ്മ മറിയ. യേശു ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് പ്രാപിച്ച ആ മാതാവ് തന്റെ മകൻ ആരെന്നറിയാവുന്നത് കൊണ്ട് ആ കാനാവിൽ കല്യാണം നടക്കുന്ന വീട്ടിൽ ആ വീഞ്ഞ് തീർന്നു പോയപ്പോൾ തന്റെ മകന്റെ അടുത്ത് വന്നാൽ അതിന് മറുപടി ലഭിക്കുമെന്ന് ആ മാതാവിന് നന്നായിട്ട് അറിയാം. അല്ലെ, എന്തുകൊണ്ടെന്നാ ദൈവത്തിന്റെ കൃപ ലഭിച്ചവളാണ്. അല്ലെ, കർത്താവിന്റെ അമ്മയായ മറിയ. ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ചെന്ന് വെച്ചാൽ അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവത്തിന്റെ സ്നേഹം, അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവത്തിന്റെ ദാനം ലഭിച്ചതാണ് കൃപ എന്ന വാക്കിനർത്ഥം. ഇന്ന് രാത്രികാലം അപ്രകാരം കൃപ പ്രാപിച്ചവൾ ഹല്ലേലൂയ തന്റെ മകന്റെ അടുക്കലേക്ക് വന്നു. ഓ, വീഞ്ഞു തീർന്നു പോയി എന്ന് പറയുവാനിടയായി. അവിടെ ഇപ്രകാരം കാണുവാൻ, സ്ത്രീയെ, എനിക്ക് നിനക്കും എന്ത് തമ്മിലെന്ത്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ദൈവത്തിന് പ്രവർത്തിപ്പാൻ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ തക്കത് ഒരു നാഴികയുണ്ട്. ആ നാഴികയിൽ നിശ്ചയമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, ഞാൻ ഏറെ നാള് കർത്താവിന്റെ വേലയിലൊക്കെ നിന്നിട്ട് എൻ്റെ അമ്മ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി. അത് കഴിഞ്ഞ ശേഷം എനിക്ക് എൻ്റെ പിതാവിനെ സംരക്ഷിക്കുവാനൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകദേശം ഒരു 5.5 വർഷക്കാലം പ്രിയ പിതാവിനോടൊപ്പം തന്നെ ആയിരിക്കാനിടയായി തീർന്നു. എന്ന് വെച്ചാൽ എൻ്റെ അപ്പൻ്റെ ബിസിനസ്സിൽ അപ്പനെ സഹായിക്കുക, അപ്രകാരമൊക്കെ ആയിരിക്കുന്ന ഒരു മേഖലയിൽ ഞാൻ ആയിത്തീർന്നു. എൻ്റെ തുണയും എന്നോടൊപ്പം കൂടെ നിൽപ്പാനിടയായി തീർന്നു. ഇനി 1 വർഷത്തിന് മുന്നേ എൻ്റെ പിതാവിന് ഒരു രോഗം വരികയും താൻ ലോകത്തുനിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. പക്ഷെ ഒരു ക്യാൻസർ രോഗി ഇങ്ങനെ മരിക്കുന്നത് ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. അത്രയും അനുഗ്രഹം. രാവിലെ ഫുഡൊക്കെ കഴിച്ച് എൻ്റെ പിതാവ് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ദൈവസ്നേഹത്തിൽ അപ്രകാരം മാറി നിന്ന് എന്നെ വീണ്ടും ദൈവം മാറ്റി സ്നേഹത്തിലേക്ക് എന്നെ അടുപ്പിച്ച് ഇപ്രകാരം ഇവിടെ നിർത്തിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. എൻ്റെ കർത്താവ് അവൾ പറഞ്ഞു, ശിഷ്യന്മാരോട് വന്ന്, പ്രിയമാതാവ് ഇപ്രകാരം പറയുവാനിടയായി, യേശു എന്തെങ്കിലും നിന്നോട് കൽപ്പിച്ച അത് ചെയ്യുക. നിങ്ങൾ ഈ രാത്രികാലം ദേശത്ത് നിന്നോ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോഴോ അല്ലാതെയോ എപ്പോഴെങ്കിലും ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ യേശു നിന്നോട് എന്തു പറഞ്ഞു, ആ വർഷങ്ങൾക്ക് മുന്നേ നിന്നോട് എന്തു പറഞ്ഞു എന്നുള്ളത് നീ തിരിഞ്ഞു ചിന്തിക്കുക. ആ ചിന്തയിലേക്ക് നീ കടന്നു വന്നിട്ട് യേശു ഇന്ന് രാത്രികാലം നിന്നോട് എന്ത് കൽപ്പിച്ചുവോ അത് ചെയ്യുവാൻ തയ്യാറായ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ ദൈവം മാറ്റുവാനിടയായി തീരും. യേശുവിന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുക എന്ന് പറഞ്ഞു. ശുശ്രൂഷക്കാർ ദൈവത്തിന്റെ വാക്കിന് മഹത്വത്തിൽ ദൈവത്തിന്റെ വാക്കിനെ അനുസരിപ്പാനിടയായി തീർന്നു. അവർ വക്കോളം കോരി നിറച്ച ഒരു ദൈവ പ്രവൃത്തി നമുക്ക് കാണുവാനിടയായി തീരും. വക്കോളം വെള്ളം കോരി, കർത്താവ് വെള്ളം കോരി വിരുന്നുവാഴിക്ക് കൊടുക്കുവാനേ പറഞ്ഞുള്ളൂ. ശിഷ്യന്മാർ അത് ചെയ്തപ്പോൾ തന്നെ ദൈവത്തിന്റെ വാക്കിന്റെ ശക്തി ആ വെള്ളം കോരുമ്പോൾ തന്നെ വെളിപ്പെടുക, അത് വീഞ്ഞായി മാറിക്കൊണ്ടേയിരുന്നു. ഇന്ന് രാത്രികാല നിന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന, അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ ഒരു മാന്യമായ ഒരു ഇടമാണ് വിവാഹ ഇടം. ഹല്ലേലൂയ. അപ്പൊ ഒരു പക്ഷേ വിവാഹ വീട്ടിൽ ആഹാരം തീർന്നാൽ ആ വീട്ടിലെ കാരണവർക്കൊരു അപമാനം തന്നെയാണ്. എന്നാൽ ആ അപമാനത്തെ യേശു ആയിരുന്ന ഇടത്തു നിന്ന് എടുത്തു നീക്കുവാനിടയായി തീർന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ വന്ന അപമാനങ്ങളെ, ഇപ്പോൾ ആയിരിക്കുന്ന അപമാനങ്ങളെ എടുത്തു നീക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് കഴിയോ. നിന്റെ അപമാനത്തെ നീക്കി, ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു സമൃദ്ധിയെ, നല്ലൊരു വർത്തമാനം ഉയരുന്ന നിലവാരത്തിലേക്ക് ആ വീട്ടിനെ മാനിപ്പാൻ ദൈവം ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ഗിരിജ എന്നൊരു വ്യക്തി ജീവിതത്തെ പരിശുദ്ധാത്മാവ് ദേശത്തോ നിന്ന് ഉണർത്തുകയാ. ആ വീട്ടിനകത്ത് ദൈവത്തിന്റെ മാന്യതയുടെ പുതപ്പ് വീഴുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. എന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അപമാനം വരേണ്ട സ്ഥാനത്ത് അപമാനത്തെ നീക്കി മാന്യതയുടെ പുതപ്പണിയിച്ച എന്റെ യേശുനാഥൻ. നാം ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുക. എവിടേക്ക് അപമാനപ്പെട്ടോ, എവിടേക്ക് നിന്ദിക്കപ്പെട്ട സ്ഥാനങ്ങളിൽ ദൈവം നമ്മെ മാന്യതയോടെ നിർത്തിയില്ലേ? ആ സ്നേഹത്തെ ഓർത്ത് കരങ്ങൾ ഉയർത്തി സ്തുതിക്ക്. അമ്മ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നീ കാണും, നിശ്ചയമായി കാണും. സ്വസ്ഥതയില്ലാതിരിക്കുന്ന ചില അനുഭവങ്ങൾ എടുത്തു നീക്കി ദൈവത്തിന്റെ മഹത്വം ഈ നാളുകളിൽ നീ 8-ാം തീയതി എന്ന് പരിശുദ്ധാത്മാവിനെ എടുത്തു കാണിക്കുന്നു. നിശ്ചയമായിട്ട് ആ മഹത്വം അടുത്ത മാസം 8-ാം തീയതിക്ക് മുന്നേ ആ മഹത്വത്തെ പ്രിയമാതാവ് ദർശിപ്പാനിടയായി തീരും. നിന്റെ കണ്ണുനീരിനുള്ള മറുപടിയെ സ്വർഗം നിനക്ക് തരുവാൻ തരിക. ചില മാന്യതയുടെ പുതപ്പിനെ ദൈവം നിന്നെ അണിയിക്കുവാൻ തുടങ്ങുക. ഹല്ലേലൂയ.
ഹല്ലേലൂയ. എൻ്റെ യേശുവിന് ഒരു കാര്യം അസാധ്യമല്ല. എൻ്റെ സഹോദരികളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇന്ന് അവിടെ ശുശ്രൂഷ ലീഡ് ചെയ്യുന്നത് ഒരു പ്രിയ സഹോദരിയും കുടുംബമാണ്. ഞാൻ ആ കുടുംബം വേറെ കത്തദാസനെ വിളിച്ച് അവിടെ ശുശ്രൂഷ ചെയ്യും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം സഹോദരിമാരെ കാണുന്നതിൽ ഏറ്റവും അഭിമാനിക്കുന്നു. അതിലുപരി സഹോദരങ്ങളെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചെങ്കിൽ ദൈവിക പദ്ധതികളുണ്ട്. ആ പദ്ധതിയിലേക്ക് ദൈവം നമ്മെ നടത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപമാനത്തെ നീക്കി മാന്യത അണിയിച്ച ദൈവം, എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. യേശു പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ യോഹന്നാൻ 4:50. ഞാൻ ബൈബിൾ കോളേജിലൊന്നും പഠിച്ചിട്ടില്ല, ഡിഗ്രി വരെ പോയി PTCക്ക് പോയി, അത്രയേ ഉള്ളൂ. അല്ലാതെ ആ കോഴ്സ് ഞാൻ പൂർത്തീകരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, പ്രാർത്ഥനാ റൂമിൽ ഇരുന്നപ്പോൾ എൻ്റെ യേശു എനിക്ക് തന്ന വചനമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഒന്നിനോട് തൊട്ട് ദൈവം എനിക്ക് തന്ന വചനം ചിന്തിച്ച നിശ്ചയമായിട്ട്